കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നത്, അദാനി സൂപ്പർ ഗവൺമെന്റ് ആണോ? ഈ രണ്ട് പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. എന്നുവെച്ചാൽ അദാനി കരുതുന്നത് കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നത്. അതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതേപോലെ അദാനി വിചാരിക്കുന്നത് അതേപോലെ നടക്കുന്നത്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ BJP സർക്കാർ ഭരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ AICC സംഘടനാ സെക്രട്ടറിക്ക് പോലും ഇപ്പോ കേരളത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ BJP ആണോ ഭരിക്കുന്നത് എന്ന് സംശയം വരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നാം കാണേണ്ടത്, ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എങ്ങനെയാണ് അദാനിയുടെ ഈ തുറമുഖ കമ്പനിയുടെ ഷെയറുകൾ കൈമാറിയിട്ടുള്ളത്. കരാർ വ്യവസ്ഥയെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അദാനി ഷെയറുകൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വേണ്ടി കൈമാറിയിട്ടുള്ളത്. 49% ഷെയറുകൾ 13,200 കോടി രൂപയുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. എന്നാൽ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അനൌദ്യോഗികമായി അറിയിച്ചു എന്നുള്ളതാണ്. അത് ശരിവയ്ക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിലവിലുള്ള കരാർ അനുസരിച്ച് പ്രയർ അപ്രൂവൽ വേണം, മുൻകൂർ അനുമതി വേണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ വ്യവസ്ഥയുള്ള സാഹചര്യത്തിൽ സെബിയിൽ ഈ എഗ്രിമെന്റിലേക്ക് എത്തി എന്ന് പറഞ്ഞ് സമർപ്പിച്ചതിന് ശേഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിയമവിരുദ്ധമായ ഒരു കാര്യം നടന്നിരിക്കുന്നു. കരാർ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനം നടക്കുമ്പോൾ ഒരു അസംതൃപ്തി എന്ന വാക്കുകൊണ്ടാണോ അവനെ പരാമർശിക്കേണ്ടത്? അപ്പൊ കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ധൈര്യം കാണിക്കുമില്ല? രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എല്ലാ വശവും പരിശോധിച്ച് തീരുമാനമെടുക്കും. അതിലാണ് നാം വളരെ ഗൗരവമായി കാണേണ്ടത്. ഇപ്പോ ഇവർ കൊടുത്ത എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. തുറമുഖ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കൂടിയാണ്. ഇങ്ങനെ ഒരു കരാർ വരുമ്പോ അതിന്റെ ആദ്യത്തെ പരിശോധന എംപവേർഡ് കമ്മിറ്റി നടത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തുറമുഖ വകുപ്പിന്റെ കയ്യിലേക്ക് വരും. തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കർ പരിശോധിക്കും. രത്തൻ കേൽക്കർ പരിശോധിച്ചിട്ട് തുറമുഖ മന്ത്രി ശ്രീ VD സതീശന് കൊടുക്കും. തുറമുഖ മന്ത്രി പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. എന്തെങ്കിലും ഭരണപരമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി രത്തൻ കേൽക്കർക്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ധനപരമായ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കലായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രി നേരെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശന് കൊടുക്കും. ധനകാര്യ വകുപ്പ് അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അത് പരിശോധിച്ചിട്ട് നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് എന്താണ്, നിയമപരമായിട്ടുള്ള വശങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ നിയമവകുപ്പ് മന്ത്രി VD സതീശന് കൊടുക്കും. നിയമവകുപ്പ് മന്ത്രി VD സതീശൻ പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശന് കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ കേൽക്കർക്ക് കൊടുക്കും. അപ്പൊ ഇതാണ് കിട്ടുണ്ണിയാരുടെ അടിയന്തരം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി തന്നെ പരിശോധിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയമവകുപ്പ്, ധനകാര്യ വകുപ്പ്, പൊതുഭരണ വകുപ്പ് ഒരു മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഭരണനിർവഹണ സംവിധാനത്തിൽ നിയമവകുപ്പും ധനകാര്യ വകുപ്പും പൊതുഭരണ വകുപ്പും ഇൻഡിപെൻഡന്റ് ആയ വകുപ്പുകളാണ്. ബാക്കി എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനുള്ള, മാറ്റം ചെയ്യാനുള്ള അധികാരമുള്ളത് പൊതുഭരണ വകുപ്പിലാണ്. അപ്പൊ തുറമുഖ വകുപ്പിൽ ഉൾപ്പെടെ സെക്രട്ടറി മാത്രമല്ല, ഏത് ഉദ്യോഗസ്ഥനാണ് ഫയൽ നോക്കേണ്ടതെങ്കിൽ അവിടെ ആരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന പൊതുഭരണ വകുപ്പാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്ക് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതാണ്. വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ വകുപ്പുകൾ ധനം, നിയമം, പൊതുഭരണം, തുറമുഖം, ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 സ്വതന്ത്ര വകുപ്പുകളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വകുപ്പും അത് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് എന്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.
അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം AICCയുടെ സംഘടനാ സെക്രട്ടറി അത്തരമൊരു നിലപാട് പരസ്യമായി തന്നെ അദാനിക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അത് ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. 13,200 കോടി രൂപയ്ക്ക് 49% ഷെയറുകൾ കൈമാറി എന്നുള്ളത് സെബിക്ക് 30-ാം തീയതി നൽകിയ അവരുടെ അപേക്ഷയിൽ 29 ജൂണിൽ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രകടമായ നിയമലംഘനം നടന്ന സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കാതെ അതൃപ്തി എന്ന ഒരു വാക്കിനകത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതികരണം ഒതുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം മദ്യ നികുതിയെ സംബന്ധിച്ചാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക എന്നുള്ളത് ഇപ്പോ ഫിനാൻസ് ബില്ലിലൂടെ സംസ്ഥാനത്തെ നിയമത്തിന്റെ ഭാഗമായി. അതിനുശേഷമാണ് പറയുന്നത് UDF തീരുമാനിക്കുമെന്നുള്ളതാണ്. എന്നാൽ നിയമം പാസാക്കി കഴിഞ്ഞാൽ ഇനി ആ വ്യവസ്ഥ മാറണമെങ്കിൽ മറ്റൊരു നിയമം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പാർലമെന്റിനകത്ത് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നില്ല എന്ന വിമർശനം തുടർച്ചയായി പ്രതിപക്ഷം ഉയർത്തുമ്പോ അതിനെ ശക്തമായി മുൻപിൽ നിന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിനും അതേ അഭിപ്രായം തന്നെയാണ് പാർലമെന്റിനെ സംബന്ധിച്ചുള്ളത്. ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുമില്ല, ജനാധിപത്യ വിരുദ്ധമായി പാസാക്കുന്നു എന്ന് മോഡി ഭരണത്തെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതുവരെ കാണാത്ത രൂപത്തിൽ ഫിനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഏകപക്ഷീയമായി ഈ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് പാസാക്കി എടുക്കുന്ന കാഴ്ചയ്ക്കാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇനി അത് മാറ്റണമെങ്കിൽ വീണ്ടും നിയമസഭയിൽ ബില്ല് വരണം. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് UDF തീരുമാനിച്ചാൽ വിൽക്കണമല്ലോ, അപ്പൊ അതിന് നികുതി വേണമല്ലോ. ഇപ്പൊ വിൽക്കുന്നതിന് യഥാർത്ഥത്തിൽ നികുതിയുണ്ട്, 251% നികുതിയുണ്ട്. ആ നികുതി അനുസരിച്ച് അവർക്ക് വിൽക്കുന്നത് തടസ്സമില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ബീവറേജ് കോർപ്പറേഷൻ വഴി വിൽക്കണമെങ്കിൽ അനുമതിയുടെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ഇനി UDF തീരുമാനിക്കുമ്പോൾ വിൽക്കണമെങ്കിൽ ഗവൺമെന്റിന് ഒന്നുകിൽ നിയമസഭയ്ക്കകത്ത് അപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരാം, അല്ല അതിവേഗതയിൽ UDF തീരുമാനിച്ചാൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ മതി ആ സന്ദർഭത്തിൽ. അപ്പൊ ഫിനാൻസ് ബില്ലിനകത്തു നിന്ന് ഈ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് പിൻവാങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള എന്തോ ഒരു കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായി എന്നതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹമാണ് നേരത്തെ വ്യക്തമാക്കിയത് ഖജനാവിലേക്ക് പോകേണ്ട നികുതിപ്പണമാണ് വലിയ ഡിസ്റ്റിലറികളിലേക്ക് മാറ്റാൻ പോകുന്നത്. അത് വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ എന്ന് പരസ്യമായി പറഞ്ഞയാൾ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോ ഖജനാവിലേക്ക് വരേണ്ട പണം ഡിസ്റ്റിലറികൾക്ക് നൽകുന്ന നികുതി നിർദ്ദേശം എല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ഈ 1.5 മാസത്തിനുള്ളിൽ ഗൗരവമായ അഴിമതിയുടെ ഭാഗമാണ്. മൂന്നാമത്തെ ശ്രീ KC വേണുഗോപാൽ സംശയിക്കുന്നത് BJPയുടെ ഭരണമാണോ എന്ന് സംശയിക്കുന്ന ഒരു കാരണം അദ്ദേഹത്തിനും കൂടി വളരെ അടുപ്പമുള്ള KPCC സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കാം, അത് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാം. പക്ഷെ അങ്ങനെ നിയമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് KPCC സെക്രട്ടറി തന്നെ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. ഒരു സംഘി താല്പര്യം അതിനകത്തുണ്ട് എന്ന് കോൺഗ്രസിന്റെ തന്നെ നേതാവ് പരസ്യമായി പറയുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഭാഗം, നിലവിൽ രാജ്യത്ത് ഉള്ള ഡീലിമിറ്റേഷൻ നിയമപ്രകാരം നിയമസഭാ മണ്ഡലങ്ങളുടെയും പാർലമെന്റ് മണ്ഡലങ്ങളുടെയും പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള കമ്മീഷനിൽ നിയമപ്രകാരമുള്ള എക്സ് ഒഫീഷ്യോ അംഗം സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിച്ച ഘട്ടത്തിൽ അന്നത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ശ്രീ മോഹൻദാസ് ആ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗമായിരുന്നു. സംസ്ഥാനത്തിന്റെ ഏക പ്രതിനിധിയുമുള്ളത് ഈ എക്സ് ഒഫീഷ്യോ മെമ്പറായിക്കൊണ്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ്. അപ്പൊ അത്രമാത്രം ഗൗരവമുള്ള, ഇപ്പോ സെൻസസ് കഴിയുന്നു, ഡീലിമിറ്റേഷൻ ബില്ല് പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, ഡീലിമിറ്റേഷനിലേക്ക് പോകുമെന്ന് BJP പറയുന്നു. ആ ഡീലിമിറ്റേഷൻ നിശ്ചയിക്കുന്ന കമ്മീഷനിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു പ്രതിനിധിയായി അതാത് സംസ്ഥാനങ്ങളെ കുറിച്ച് തീരുമാനിക്കുമ്പോൾ എക്സ് ഒഫീഷ്യോ അംഗമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സംഘീ ബന്ധം ആക്ഷേപിക്കുന്നു. നേരത്തെ LDF ഗവൺമെന്റ് ഉള്ളപ്പോ ജില്ലാ ജഡ്ജിയായിരുന്ന നിലവിലെ ലോ സെക്രട്ടറിയുടെ പേര് മന്ത്രിസഭ അംഗീകരിച്ച് സമർപ്പിച്ചപ്പോ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാതിരുന്ന ഗവർണർ ഇവ സംബന്ധിച്ച് അതിവേഗതയിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴി ഇവന് അനുമതി നൽകിയിരിക്കുന്നു. അപ്പൊ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെ കേരളത്തിലെ അസംബ്ലി മണ്ഡലങ്ങളുടെയും ലോകസഭാ മണ്ഡലങ്ങളുടെയും ഘടന ഏതായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന സംവിധാനത്തിലേക്ക് വരാനിരിക്കുന്ന ഒരാളെ രാഷ്ട്രീയമായ ഒരു പരിശോധന, ഒരു മതനിരപേക്ഷ സ്വഭാവം ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കാതെ നിയമിച്ചിരിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ തന്നെ സെക്രട്ടറി പരസ്യമായി പറഞ്ഞിട്ടും അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വൈസ് ചാൻസലർമാരുടെ താൽക്കാലിക നിയമനം അതെല്ലാം BJPയുമായി ബന്ധപ്പെട്ട ആളുകളായ സന്ദർഭത്തിൽ ഇതുവരെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ പ്രതികരണം എല്ലാത്തും എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇരുന്ന് തരുമല്ലോ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ ശ്രീ വേണുഗോപാൽ ആനുഷംഗികമായി പറഞ്ഞ കാര്യം ശരിയാണ് എന്നതാണ് ഈ അനുഭവങ്ങളാകെ തെളിയിക്കുന്നത്. PM ശ്രീയിലും അത് വ്യക്തമായി. അപ്പൊ അത്തരം കാര്യങ്ങൾ കേരളീയ സമൂഹം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏത് കരാർ? അല്ല, അത് 2 മാസത്തിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നല്ലേ ചാർട്ടർ ചെയ്ത വിമാനെല്ലാം പറയുന്നത്. കാരണം ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നടക്കാനിടയില്ല എന്നത് മനസ്സിലാക്കിയ ശക്തികളായിരിക്കുമല്ലോ നേരത്തെ ചർച്ച തുടങ്ങിയിട്ടുണ്ടാവുക. ഇപ്പോ സെബിക്ക് കൊടുത്തതായി പുറത്തു വന്ന രേഖകൾ പറയുന്നത് 30-ാം തീയതി കൊടുത്തിരിക്കുന്നു. തൊട്ട് തലേ ദിവസമാണ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോ ഞങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? നിയമവിരുദ്ധമായി നടന്നിരിക്കുന്നു, ഞങ്ങൾ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയേണ്ടതല്ലേ? പ്രൊസീജിയർ അനുസരിച്ച് വരട്ടെ. സെബിക്ക് കൊടുക്കുന്നതിന് മുൻപ് ഗവൺമെന്റിന്റെ പ്രയർ അനുമതിക്ക് എത്തേണ്ടതായിരുന്നു, അത് പാലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ അപേക്ഷ പിൻവലിക്കണം, ബാക്കി കാര്യങ്ങളിലേക്ക് പോകണം എന്ന് പറയേണ്ടതില്ലേ? പിന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഉൾപ്പെടെ പരിശോധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുറമുഖം പരിശോധിക്കുന്നു, മുഖ്യമന്ത്രി കാണുന്നു, ധനവകുപ്പിലേക്ക് അയക്കുന്നു, അതും ധനമന്ത്രി എന്ന മുഖ്യമന്ത്രി കാണുന്നു, അത് നിയമവകുപ്പിലേക്ക് അയക്കുന്നു, അത് നിയമമന്ത്രി എന്ന മുഖ്യമന്ത്രി കാണുന്നു, അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് എത്തി, വേണമെങ്കിൽ മന്ത്രിസഭയിലേക്ക് അയക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ താല്പര്യം എല്ലാ വകുപ്പുകളിലെയും സാധാരണ ചെക്ക് ആൻഡ് ബാലൻസ് എപ്പോഴും ഉണ്ടാവും. വിവിധ വകുപ്പുകൾ, വിവിധ മന്ത്രിമാർ, വിവിധ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച സൂക്ഷ്മമായൊരു പരിശോധന കൂടി ഭരണനിർവഹണത്തിന്റെ പ്രൊസീജിയറുകൾ ഉറപ്പുവരുത്തുന്നുവെങ്കിൽ അത് പൂർണ്ണമായും ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. നമ്മൾ കാണേണ്ട ഒരു അസാധാരണത്വമുണ്ട്. കേരളത്തിന്റെ തുറമുഖങ്ങൾ, 17 ചെറുകിട തുറമുഖങ്ങൾ, നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ്, വിഴിഞ്ഞം തുറമുഖം, ഇതെല്ലാം നന്നായി ഉപയോഗിക്കേണ്ടതാണെന്ന കാര്യം ആർക്കും തർക്കമില്ല. ഇപ്പൊ ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയല്ലോ സഭയിൽ. അദ്ദേഹം ഇപ്പൊ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആളുകളുണ്ടല്ലോ അവിടെ. പക്ഷെ വിഴിഞ്ഞം കോൺക്ലേവ് എന്നുള്ളത് അവിടുത്തെ ലോജിസ്റ്റിക് പാർക്കുകൾ, മാനുഫാക്ചറിങ് ക്ലസ്റ്ററുകൾ, ഇത് ഉപയോഗിച്ചിട്ട് വെറുതെ ഈ ഒഴിഞ്ഞ കണ്ടെയ്നർ വന്ന് തിരിച്ചു കയറി പോകുന്നു എന്നതുകൊണ്ട് നമ്മുടെ എക്കണോമിക്ക് പ്രതീക്ഷിക്കും അത്ര ഗുണം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ലോജിസ്റ്റിക്സ് വേണം. പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തുനിന്ന് എമ്പാടുന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഇങ്ങോട്ട് വരികയും അല്ലെങ്കിൽ പല പാർട്സുകൾ ഇങ്ങോട്ട് വരികയും അത് അസംബ്ലി ചെയ്ത് പുതിയ ഉൽപ്പന്നമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാനുഫാക്ചറിങ് സംവിധാനങ്ങൾ വിഴിഞ്ഞത്തിനോട് ചേർന്ന് വികസിക്കണം.
അതിനു വേണ്ടിയാണ് 1000 കോടി രൂപ വരെ വായ്പ എടുക്കാൻ കിൻഫ്രയ്ക്ക് നേരിട്ട് അനുമതി നൽകി. വിഴിഞ്ഞം കോൺക്ലേവ് സംഘടിപ്പിച്ചു. അതിലെല്ലാം ഇവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം വികസിപ്പിക്കേണ്ടത് തന്നെ. പക്ഷെ ഇത് ഒറ്റ വിലയ്ക്ക് കേന്ദ്രീകരിക്കുന്ന, പൂർണ്ണമായിട്ട് ഇപ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ ഷിപ്പുകൾ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ കമ്പനിക്ക് തന്നെ ഈ പോർട്ടിന്റെ പൂർണ്ണ നിയന്ത്രണം വന്നാൽ ആ കമ്പനിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായ വ്യവസ്ഥകളായിരിക്കും അവിടേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രമായ മത്സരം ഇല്ലാതാകും, മൊണോപ്പൊളിയിലേക്ക് പോകും. അതുകൊണ്ടാണ് മിക്കവാറും രാജ്യത്തെ തുറമുഖങ്ങളൊന്നും ഷിപ്പിംഗ് കമ്പനികൾക്ക് പൂർണ്ണമായി അതിന്റെ നിയന്ത്രണമുള്ള രീതി അംഗീകരിക്കാതെ പോകുന്നത്. മറ്റ് എല്ലാവരുടെയും ഒരു മത്സര സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അത്തരം നിലപാട് സ്വീകരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഒരു കുത്തകവൽക്കരണത്തിലേക്ക് പോകും എന്നാണ് കാണേണ്ടത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണമല്ല, ഫലമല്ല വിഴിഞ്ഞത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ഗൗരവമായി തന്നെ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പൊ മാറിയല്ലോ, പുതിയ സംവിധാനം വന്നു. അപ്പൊ ഇന്ന് ചില മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് തെലങ്കാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ഭാരം അധികരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉള്ളടക്കത്തെ തൊഴിലിനെയും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പദ്ധതിക്കെതിരെ തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് വാർത്ത മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അതിലും BJPയുടെ താല്പര്യത്തിനൊപ്പമാണോ കേരളത്തിലെ ഗവൺമെന്റ് നിൽക്കുന്നത്? അവിടെയും ഗുസ്തി മത്സരത്തിന് ഇല്ല എന്ന് പറഞ്ഞ് വിനീത വിധേയമായിട്ടാണോ നിൽക്കുന്നത്? അതോ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധ്യമായ നിയമ നടപടികളിലേക്ക് പോകുമോ? അതും ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതുണ്ട്. ഓക്കെ.